നെക്സ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഈ ഇങ്ങനെ ട്രാൻസിഷൻ നടക്കുമ്പോൾ, അതായത് ഒരു ഇലക്ട്രോൺ, ഇപ്പം നമ്മളിവിടെ കുറച്ച് കൺസിഡറേഷൻ നടത്താൻ പോവാണ്. ഒന്ന്, ഒരു ഇസഡ് എന്നൊരു അറ്റോമിക് നമ്പറുള്ള ഒരു ആറ്റമാണ് ഞാൻ എടുക്കുന്നത് കരുതുക. ഇസഡ് എന്നൊരു അറ്റോമിക് നമ്പറുള്ള ആറ്റം. ആ ആറ്റത്തിൽ ഇതേപോലെ ഒരു ഇലക്ട്രോൺ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു ഓർബിറ്റിൽ നിന്ന് വേറൊരു ഓർബിറ്റിലേക്ക് വരികയാണ്. എത്രാമത്തെ ഓർബിറ്റ് എന്ന് പറയുന്നില്ല, ഇതിന് ഞാൻ ഇനിഷ്യൽ ഓർബിറ്റ് എന്നും ഫൈനൽ ഓർബിറ്റ് എന്നേ പറയുള്ളൂ. അപ്പോൾ ഇതിന് ഞാൻ ഇനിഷ്യലി N1 Ni എന്നൊരു ഓർബിറ്റും ഇത് N ഫൈനൽ എന്നൊരു ഓർബിറ്റും. ഓക്കെ, അപ്പോൾ ആ ഇലക്ട്രോൺ I എന്ന ഓർബിറ്റ് ഇനിഷ്യലി ഇരുന്ന ഓർബിറ്റിൽ നിന്ന് ഫൈനലായിട്ടൊരു ഓർബിറ്റിലേക്ക് വരുവാണ്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു ഓർബിറ്റ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഇവിടെ എന്തുണ്ടാവും, ഒരു എനർജി പുറത്തേക്ക് വരുമെന്നും ആ എനർജി കാരണം ഒരു റേഡിയേഷൻ ആയിട്ട് ഒരു അതിൻ്റെ ലാംഡയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഓർത്തോണം, ഇസഡ് എന്നൊരു അറ്റോമിക് നമ്പറുള്ള ഒരു ആറ്റമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇസഡ് എന്നൊരു അറ്റോമിക് നമ്പറിൽ നിന്ന് ഒരു nth ഇലക്ട്രോണിൽ, ഇസഡ് എന്ന അറ്റോമിക് നമ്പറുള്ള ഒരു ആറ്റത്തിൽ nth ഇലക്ട്രോണിൽ ഇരിക്കുന്ന nth ഓർബിറ്റ് ഇരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാമല്ലോ. എന്തുമായിരുന്നു? നമ്മൾ പറയാം, ഇസഡ് എന്നൊരു അറ്റോമിക് നമ്പറുള്ള ഒരു ആറ്റം, അതിൻ്റെ nth ഷെല്ലിൽ അല്ലെങ്കിൽ nth ഓർബിറ്റിലിരിക്കുന്ന ഒരു ഇലക്ട്രോൺ, അതിൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്തായിരുന്നു അത്? ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എന്തുമായിരുന്നു? -13.6 ഇൻറ്റു Z² ആണ് അതിൻ്റെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ എഴുതുന്നു, ഇവിടെ ഇനിഷ്യലി ഈ ഓർബിറ്റ് ഇരിക്കുന്നത് Ni എന്നൊരു ഷെല്ലിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതുന്നു I ഇനിഷ്യൽ എനർജി എങ്ങനെ എഴുതാം? -13.6 ഇൻറ്റു Z² Ni². കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി ഫൈനലിൽ എങ്ങനെ എഴുതാം? അപ്പോൾ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ഫൈനൽ ഓർബിറ്റ് അല്ലെങ്കിൽ NF എന്ന ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി എങ്ങനെ എഴുതാം? -13.6 ഇൻറ്റു Z² N ഫൈനൽ സ്ക്വയർ. അങ്ങനെ എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നാണ് ട്രാൻസിഷൻ ഉണ്ടാകുന്നത്. ഇവിടുന്ന് NIയിൽ നിന്ന് NFലേക്ക് ആ ഇലക്ട്രോൺ ചാടുവാണ്. അപ്പോൾ ഇവിടെ പുറത്തേക്കൊരു E എന്നൊരു എനർജി വരുന്നെന്ന് കരുതുക. ആ E എന്ന് പറയുമ്പോഴേക്കും ഞാൻ പറയുകയാണ് E ഫൈനൽ മൈനസ് E ഇനിഷ്യലായിരിക്കും. അങ്ങനെ എടുക്കാമല്ലോ അല്ലേ. E ഫൈനൽ മൈനസ് E ഇനിഷ്യലായിരിക്കും. പക്ഷേ ഇവിടെ ആരാണ് വലുത്? E ഇനിഷ്യലാണോ വലുത്? E ഫൈനലാണോ വലുത്? E ഇനിഷ്യലായിരിക്കും വലുത് അല്ലേ. നമുക്കറിയാം ഇവിടുന്ന് മേലോട്ട് പോകുന്നതോറാണ് എനർജി കൂടുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ എടുക്കും? E ഇനിഷ്യൽ മൈനസ് E ഫൈനൽ തിരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എഴുതുന്നു, ഇവിടെ ഉണ്ടാകുന്ന എനർജി ഡിഫറൻസ് ആയതുകൊണ്ട് ഞാനതിനെ ΔE എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ΔE ഈസ് ഈക്വൽ, പുറത്തേക്ക് വരുന്ന എനർജിയാണ്, ഈ പുറത്തേക്ക് വരുന്ന എനർജിയാണ് ΔE എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്. പുറത്തേക്ക് എനർജി വരുന്നത് ΔE ആണ്. അപ്പോൾ ΔE ഈസ് ഈക്വൽ ഞാൻ എഴുതുന്നു, ΔE ഈസ് ഈക്വൽ ടു E ഇനീഷ്യൽ മൈനസ് E ഫൈനൽ. ഓക്കെ, അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ΔE എന്ന് പറയുമ്പോഴേക്കും ആക്ച്വലി എനർജി എന്ന് പറഞ്ഞാൽ hc/λയാണ് അല്ലേ. അപ്പോൾ എനിക്കിവിടെ ΔEക്ക് വരും, ഇതിന് പകരമല്ല ഈ ΔEക്ക് വരെ ഞാൻ കൊടുക്കും. എനിക്ക് ലാംഡയാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? hc/λ ഇസ് ഈക്വൽ ടു ഞാൻ എഴുതുന്നു E ഫൈനൽ മൈനസ് E ഇനിഷ്യലാണ്. അതിൽ E ഇനിഷ്യൽ മൈനസ് E ഫൈനലാണ്. അതിൽ E ഇനിഷ്യൽ ഞാൻ ഈ വാല്യൂ കൊടുക്കുന്നു. എന്ത് കൊടുക്കാം? -13.6 ഇൻറ്റു Z² Ni². ഓക്കെ, മറ്റേനെന്ത് കൊടുക്കും? മൈനസ് അല്ലേ, രണ്ട് മൈനസ് ഇല്ലേ, ഇതിൻ്റെ മൈനസ് -13.6 ഇൻറ്റു Z² N ഫൈനൽ സ്ക്വയർ അല്ലേ. ഇത് മൈനസ് കൂടെ എന്തായി പോകും? പ്ലസ് ആയി. അപ്പോൾ എന്താ എഴുതാം? ഒന്നുകൂടെ ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ ഇത് എഴുതുന്നു. 13.6 ഇൻറ്റു Z² Ni² പ്ലസ് 13.6 ഇൻറ്റു Z² N ഫൈനൽ സ്ക്വയർ. ഓക്കെ, ഇതിൽ നിന്ന് എന്ത് കോമൺ എടുക്കാം? എന്തൊക്കെ കോമൺ എടുക്കാം? 13.6 Z² കോമൺ എടുത്തൂടെ അല്ലേ. അപ്പോൾ ഞാൻ 13.6 Z² ഞാൻ കോമൺ എടുത്തു. ഓക്കെ, ബാക്കി ഫസ്റ്റ് കേസിൽ ബാക്കിയുള്ള ഈ 13.6 Z² പോയി കഴിഞ്ഞാൽ ബാക്കി ഫസ്റ്റ് കേസിൽ ആരുണ്ട്? -1/Ni² ഉണ്ട്. രണ്ടാമത്തെ കേസിൽ ഒരു NF² ഉണ്ട്. പക്ഷേ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ ഇവനെ ആദ്യം എഴുതുവാണ്. അത് കുഴപ്പമില്ലല്ലോ അങ്ങനെ എഴുതുന്നതിൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് 1/1 ആണ്, NF² അല്ല, 1/NF². ഇത് നെഗറ്റീവാണ്. അപ്പോൾ മൈനസ് എന്ത് വരും? 1/Ni² എന്ന് വരും. അപ്പം hc/λ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 13.6 ഇൻറ്റു എന്ത് കിട്ടി? 13.6 Z² ഇൻറ്റു 1/N ഫൈനൽ സ്ക്വയർ മൈനസ് 1/N ഇനീഷ്യൽ സ്ക്വയർ എന്ന് വന്നു അല്ലേ. ഇതിൽ നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? ലാംഡേനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലാംഡേനെ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഈ ലാംഡേനെ അവിടെ ഇട്ട് ബാക്കിയുള്ള ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. അപ്പോൾ ലാംഡേൻ അവിടെ തന്നെ കിട്ടും. അപ്പോൾ 1/λ ഇസ് ഈക്വൽ ടു എന്ന് വന്നു. 1/λ ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ -13
1.6 ഇസഡ് സ്ക്വയർ ബൈ എച്ച് താഴത്തേക്ക് വരത്തില്ലേ അല്ലേ, എച്ച് ഇവിടെ ഇരിക്കുന്ന എച്ച് ഇപ്പുറത്ത് വരുമ്പോൾ താഴെ പോകും അല്ലേ, ഇൻറ്റു എന്ത് വരും 1/n ഫൈനൽ സ്ക്വയർ മൈനസ് 1/n ഇനിഷ്യൽ സ്ക്വയർ എന്ന് വരും അല്ലേ. നമുക്കപ്പോൾ ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് ഇതിനെ നമ്മൾ ഈ 1/λ വിളിക്കുന്നത്, ഇതിനെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്, ഇതിനെയാണ് നമ്മൾ വേവ് നമ്പർ എന്ന് വിളിക്കും. വേവ് നമ്പർ എന്ന് വിളിക്കും. അപ്പോൾ 1/λ നമ്മൾ എന്ത് വിളിക്കും? വേവ് നമ്പർ എന്ന് വിളിക്കും. വേവ് നമ്പർ എന്ന് വിളിക്കും. നമുക്ക് ഇത് ചോദിക്കാനായിട്ട് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് കൂടുതൽ ഈ വേവ് നമ്പർ ചോദിക്കാനായിരിക്കും ചോദ്യം വന്നിട്ടുള്ളത്. നമുക്ക് അത് ചോദിക്കാൻ ചോദ്യം വരത്തില്ല. നമുക്ക് കൂടുതലും വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ തന്നെയാണ് ചോദ്യം വരുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ വേറൊരു സംഭവം ഉണ്ടോ, ഈ 13.6 ഡിവൈഡഡ് ബൈ HC, ഇത്രയും ആൾക്കാരെ നമ്മൾ വേറെ പേര് വിളിക്കും. അതിനെ നമ്മൾ 6 കൊണ്ട് റെപ്രസെൻറ്റ്, റെഡ്ബർഗ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. റെഡ്ബർഗ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. ഇതിൻ്റെ വാല്യൂ നമ്മൾ കാണാൻ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നാലും നമുക്ക് എഴുതാം. 1.07 × 10⁷ പെർ മീറ്റർ ആണ് ഇതിൻ്റെ വാല്യൂ. ഇതിൻ്റെ വാല്യൂ നമ്മൾ കാണാപ്പുറം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 1.09 ആണ്. 1.09 × 10⁻⁷ 10⁻�7 അല്ല, 10⁻⁷ പെർ മീറ്റർ ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അത് എന്തിൻ്റെ വാല്യൂ ആണ്? റെഡ്ബർഗ് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അത് നിങ്ങൾ ചിലപ്പം എഴുതിയിരിക്കുന്നത് 109,000 അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതാ മതി. 1.09 × 10⁻⁷ പെർ മീറ്റർ ആണ് അതിൻ്റെ റെഡ്ബർഗ് കോൺസ്റ്റന്റ് വാല്യൂ വരുന്നത്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. 1/r വാല്യൂ ആയിരിക്കും. 1/r ആറിൻ്റെ വാല്യൂ അല്ല, 1/r വാല്യൂ. അതിങ്ങനെ പഠിച്ചാൽ മതി. 911 ആംസ്ട്രോങ്, 911 ആംസ്ട്രോങ്. 911 എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് നമ്മളിപ്പോൾ US പോകുമ്പോഴേക്കും അവിടുത്തെ എമർജൻസി നമ്പറാണ് 911. അത് വെച്ച് ഓർത്താൽ മതി. 911 ആംസ്ട്രത്തിലാണ്. അപ്പോൾ എന്ത് വരുന്നത്? അതിൻ്റെ യൂണിറ്റ് വരുന്നത് ആംസ്ട്രോങ് എന്ന് പറയുമ്പോൾ 10⁻⁻10. ഇത് നമുക്ക് ആവശ്യമാണ്, ഈ 911 എന്ന സാധനം. അപ്പോൾ ഇവിടെ നമ്മൾ 2-3 കാര്യം പറഞ്ഞു. എന്തൊക്കെയാണ്? ഒന്ന് 1/λ എന്താണ്? വേവ് നമ്പറാണെന്ന് പറഞ്ഞു. ഇനി 13.6/HCക്ക് നമുക്ക് ഫുൾ ടൈം ഈ 13.6 ഡിവൈഡഡ് ബൈ എച്ചിന് പകരം 6.10⁻³ അങ്ങനെ കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം എന്തെടുത്താൽ മതി? റെഡ്ബർഗ് കോൺസ്റ്റന്റ് എടുത്താൽ മതി. അപ്പോൾ റെഡ്ബർഗ് കോൺസ്റ്റന്റിൻ്റെ വാല്യൂ 1.010⁻⁷ പെർ മീറ്റർ ആണ്. പെർ മീറ്റർ അത് ഓർത്തിരിക്കണം, പെർ മീറ്റർ ആണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? നേരെ അതിനെ 1/r വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ലാംഡ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, അപ്പോൾ ഇവിടെ നമുക്ക് റെഡ്ബർഗ് കോൺസ്റ്റന്റ് കൊടുക്കാമല്ലോ. അപ്പോൾ എന്ത് വരും? 1/λ = ഈ 13.6 ഇസഡ് സ്ക്വയറിന് വരെ ഞാൻ 6 കൊടുത്തു. ഇസഡ് സ്ക്വയർ ബൈ HCക്ക് വരെ ഞാൻ 6 കൊടുത്തു. അപ്പം 6 ഇസഡ് സ്ക്വയർ × 1/n ഫൈനൽ സ്ക്വയർ മൈനസ് 1/n ഇനിഷ്യൽ സ്ക്വയർ എന്ന് വരും. ഇതാണ് മെയിൻ ഇക്വേഷനായിട്ട് വരുന്നത്. ഓക്കെ, 1/λ = r ഇസഡ് സ്ക്വയർ × 1/n ഫൈനൽ സ്ക്വയർ മൈനസ് 1/n ഇനിഷ്യൽ സ്ക്വയർ. ഇതിൽ വേറെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്രാൻസിഷനെ കുറിച്ചാണല്ലോ പറയുന്നത്. ശ്രദ്ധിച്ചോണേ, ട്രാൻസിഷനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള സാധനമാണ്. അപ്പോൾ എപ്പോഴും മേളിൽ നിന്ന് താഴത്തേക്കല്ലേ ഇലക്ട്രോൺസ് വരുള്ളൂ. താഴത്ത് നിന്ന് മേളിലോട്ട് പോകുന്ന കാര്യം നമ്മൾ പറയുന്നില്ല. എക്സൈറ്റേഷൻ അല്ല, എക്സൈറ്റേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനിഷ്യലും ഫൈനലും കൂടെ നോക്കുമ്പോഴേക്കും ഈ n ഇനിഷ്യലായിരിക്കുമോ n ഫൈനലായിരിക്കുമോ വലുത്? ട്രാൻസിഷൻ്റെ കേസിൽ പറയുമ്പോഴേക്കും ഈ ഓർബിറ്റിൻ്റെ നമ്പർ പറയുന്നല്ലോ, അതാണല്ലോ NIയും NFും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ഓർബിറ്റ്, ഫസ്റ്റ് ഓർബിറ്റ് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് തേർഡ് ഓർബിറ്റിൽ നിന്ന് ഫോർത്ത് ഓർബിറ്റിൽ നിന്ന് 1ലേക്ക് വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഇനിഷ്യലും ഇത് ഫൈനലും അല്ലേ? അപ്പോൾ ഇതിൽ ആരാണ് വലുത്? ഇനിഷ്യലാണോ ഫൈനലാണോ വലുത്? ഇനിഷ്യൽ വലുതും ഫൈനൽ ചെറുതുമാണ്. അപ്പോൾ ഓർത്തോണം, ഇവിടെ വരുന്നത് നമുക്ക് തിരിഞ്ഞു പോകും, ഇത് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓർത്താൽ മതി, ഇവിടെ ആദ്യം വരുന്ന ആൾ ചെറുതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ എവിടുന്ന് എങ്ങോട്ടാണ് വരുന്നതെന്ന് നോക്കുക. ഇപ്പോൾ സെക്കൻഡിൽ നിന്ന് തേർഡിൽ നിന്ന് ഫസ്റ്റിലേക്ക് വരുന്നത് വിചാരിക്കുക. അപ്പോൾ ഇതാണ് ചെറുത്, അവൻ ആദ്യം വരും, ഇവൻ രണ്ടാമതേ വരുള്ളൂ. മനസ്സിലായോ? അങ്ങനെ വന്നാലും ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും ഈ സംഭവം ടോട്ടലി പോസിറ്റീവേ വരുള്ളൂ. ഇതെങ്ങാനും നിങ്ങൾക്ക് നെഗറ്റീവ് വന്നാൽ അപ്പോൾ ഓർത്തോണം നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് ഓർത്തോണം. മനസ്സിലായോ? അപ്പം ഈ 1/λ വാല്യൂയോ അല്ലെങ്കിൽ ലാംഡ കണ്ടുപിടിക്കുമ്പോഴോ നിങ്ങൾക്ക് സപ്പോസ് ഈ സംഭവം നെഗറ്റീവ് കിട്ടരുത്. എനർജി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇത് നമ്മൾ എനർജിയിൽ നിന്നാണല്ലോ എടുക്കുന്നത് കരുതി ഇത് നെഗറ്റീവ് കിട്ടരുത്. അത് പോസിറ്റീവേ കിട്ടാവുള്ളൂ. നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ ഇതെടുത്ത് തിരിഞ്ഞു പോയിട്ടുണ്ടെന്ന് ഓർക്കുക. മനസ്സിലായി? അത് തെറ്റിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഫൈനലും ഇനിഷ്യലും നോക്കുമ്പോഴേക്കും ഇതായിരിക്കും ചെറുത് വരുന്നത്. ഇത് സാധാരണ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ചിലപ്പം 1/n² മൈനസ് 1/n1² എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്താലും നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ ഈ ഫൈനലും ഇനിഷ്യലും എടുത്തിരിക്കുന്നത്. അത് ഓർക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 1/λ ഇക്വേഷൻ കിട്ടി. ഇനി ലാംഡ കണ്ടുപിടിക്കണമെങ്കിലോ ഇപ്പം 1/λ = r z² ഉണ്ട്. ഇതിനെ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ, ഇത് മൈനസ് ആണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും നോക്കിയേ? ni² മൈനസ് n ഫൈനൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഫൈനൽ സ്ക്വയർ × n ഇനീഷ്യൽ സ്ക്വയർ എന്ന് വരും അല്ലേ?
അപ്പോൾ ലാംഡ കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെ വരും? ലാംഡ ഇസിക്കൽ പറഞ്ഞ് നേരെ റെസിപ്രോൾ എടുക്കണം മൊത്തത്തിൽ അല്ലേ. തിരിക്കുമ്പോഴേക്കും എന്ത് വരും? 1/r(z² ഇൻറ്റു n ഫൈനൽ n ഇനിഷ്യൽ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇനിഷ്യൽ സ്ക്വയർ മൈനസ് n ഫൈനൽ സ്ക്വയർ. ഈ ഇക്വേഷൻ ഒന്നും കാണാം, ഞാനിത് ഇങ്ങനെ എഴുതിയിരിക്കുന്ന കാരണം തന്നെ നിങ്ങളിത് കാണാപ്പുറം പഠിക്കരുത്. ഇത് നമ്മൾ ഈ ഇക്വേഷൻ ഇട്ടേ ചെയ്യാവുള്ളൂ. എന്നാലും ലാംഡ കണ്ടുപിടിക്കണമല്ലോ, അതിനുവേണ്ടി ഞാൻ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ പറയുന്നേ ഉള്ളൂ. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു 1/r വാല്യൂ ഞാൻ പറഞ്ഞായിരുന്നു 911 ആണ് അല്ലേ. അപ്പോൾ 911 ആംസ്ട്രം ഡിവൈഡഡ് ബൈ z² ഇൻറ്റു എന്ത് വരും? ni ഇൻറ്റു n ഫൈനൽ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ni² മൈനസ് n ഫൈനൽ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് വരും അല്ലേ. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഈ 1/r അപ്പോൾ തന്നെ എന്തെഴുതി? 911 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റില്ല. അതിനാണ് ഞാൻ ഈ സ്റ്റെപ്പിൽ എഴുതിയത്. കാരണം ഇത് നമുക്ക് ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് മതി? ഈ സ്റ്റെപ്പ് മതി. ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇതിൽ നിന്നാണ് നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും സിമ്പിളാണ്, സംഭവം സിമ്പിളാണ്. പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻ വരും. നിങ്ങൾ മറ്റേ n2 to n1 എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും, ഉറപ്പായിട്ടും വരും. റേഷ്യോ എടുക്കണം, കുറേ സംഭവമുണ്ട്. ഇത് കണ്ടുപിടിക്കണം, ഈ ലൈമൻ സീരീസ് ആണോ ബാൽമർ സീരീസ് ആണോ ഇത് കണ്ടുപിടിക്കാൻ വരും, മനസ്സിലായോ? അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് വേണം? ഈ ഒരു ഇക്വേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. എന്താണ്? 1/λ = r(z² ഇൻറ്റു 1/nf² മൈനസ് 1/ni². ഓക്കെ, ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. നാളെ നമുക്ക് അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ചാപ്റ്ററിൻ്റെ തിയറി കഴിഞ്ഞു കേട്ടോ, മോസ്റ്റ്ലി തിയറി കഴിഞ്ഞു. അല്ല ഇനിയും ഉണ്ട്, സോറി ഒരു ടോപ്പിക്കുണ്ട് കഴിഞ്ഞിട്ടില്ല, അത് നാളെ എടുക്കാം. ഓക്കെ.